ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണി എംപിയെയും ചോദ്യം ചെയ്യാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വിവരങ്ങൾ തേടാനാണ് നീക്കം. അതേസമയം SIT ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ലാതെ ആന്റണി MP. SIT ചോദ്യം ചോദിച്ചോട്ടെ, അതിനിപ്പോൾ എന്താണ് എന്നായിരുന്നു പ്രതികരണം. ചുമ്മാ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഒരു മറുപടിയില്ല. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, വളരെ നിർണായകമായ നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു UDF കൺവീനറെ തന്നെ ചോദ്യം ചെയ്യുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട. ഇപ്പോഴിതാ ആന്റണി എംപിയിലേക്കും ചോദ്യമുന നീളുകയാണ്. എന്തായിരുന്നു എംപിയുടെ പ്രതികരണമെന്ന് ആദ്യം പറയൂ. അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് ഒരു കോൺഗ്രസിന്റെ നേതാവിനെ ചോദ്യം ചെയ്തത് അടൂർ പ്രകാശിനെയാണ്. ഇന്നലെ ഏതാണ്ട് 2.5 മണിക്കൂറിലധികം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആന്റണി എംപിയെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി ഇന്നലെ SIT തന്നെ പറഞ്ഞതാണ്. അതുപ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി SIT ആന്റണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് രാവിലെ ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണിയോട് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഒരു മറുപടിയും പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ മൈക്ക് വെച്ചതിന് അദ്ദേഹത്തോട് ചോദിച്ചു, SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകുമോ എന്നുള്ള ചോദ്യം ആന്റണിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ഒരു മറുപടി പറയുന്നു. വീണ്ടും ആവർത്തിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകും, അതിനിപ്പോൾ എന്താണ് എന്ന് മറ്റ് വളരെ കൂളായിട്ടുള്ള ഒരു പ്രതികരണമാണ് ആന്റണി MP നടത്തുന്നത്. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ആന്റണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള വിവാദ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ആൻഡ് സിൻഡിക്കേറ്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ ആന്റണിയെ ED ചോദ്യം ചെയ്യും എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ആന്റണി 2 കോടി രൂപ വാങ്ങിയിട്ട് അതിൽ നിന്ന് 20 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തത് എന്നുള്ള ആരോപണം NM രാജു ഇന്നലെ ആരോപണമായിട്ട് ഉന്നയിച്ചതാണ്, വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതിനടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നലെ ആന്റണി ഒരു വാർത്താസമ്മേളനം വിളിച്ച് ഒരു മറുപടി നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല, എല്ലാം നിയമപരമായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിനെ അവസാനിപ്പിക്കുകയാണ് ആന്റണി ചെയ്യുന്നത്. എന്തായാലും ആന്റണിയെ SIT ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ആന്റണി പോവുകയും ചെയ്യും. അവർ ചോദ്യം ചോദിച്ചോട്ടെ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നുള്ള ഒരു മറുപടിയിൽ തന്നെയാണ് ആന്റണി നിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്നത്തേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസോ മറ്റോ MPക്ക് SIT നൽകിയിട്ടുണ്ടോ ഷിജോ? അമൃത, അക്കാര്യത്തെക്കുറിച്ച് ആന്റണി ഒരു കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല. പക്ഷേ SITയെ സംബന്ധിച്ചുകൊണ്ട് SIT ഇതിനോടകം തന്നെ ആന്റണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് നൽകി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന സോഴ്സുകൾ തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആന്റണി എപ്പോൾ ഹാജരാകും എന്നുള്ള കാര്യത്തിനകത്താണ് ഒരു വ്യക്തതയില്ലാത്തത്. അതിനകത്ത് പോലും ആന്റണി ഒരു മറുപടി നൽകാതെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു. ഞാൻ ആന്റണിയോട് ചോദിച്ചത് SIT താങ്കൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകിയിട്ടില്ലേ, അങ്ങനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിച്ചാൽ താങ്കൾ പോകുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു. SIT അല്ലേ നോട്ടീസ് നൽകിയത്, ചോദ്യം ചെയ്യാൻ പോകേണ്ടതല്ലേ, ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകേണ്ടതല്ലേ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്തോട്ടെ, അതിനിപ്പോൾ എന്താണ് എന്നുള്ളൊരു മറുപടി ചിരിച്ചുകൊണ്ട് നൽകി അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് ആന്റണി MPയെ വരും ദിവസങ്ങളിൽ തന്നെ SIT ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ആന്റണിക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് SITക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. 2013 മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ആന്റണിക്ക് ബന്ധമുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. ആ കാര്യത്തിലടക്കം ഇതിനകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾ, ബന്ധം എന്താണ്, അതാണ് SITക്ക് അറിയേണ്ടത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണോ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ആന്റണി പോയത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയണം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ ആന്റണിയെ ചോദ്യം ചെയ്തേക്കും. വളരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും SIT ആന്റണി MPക്ക് നേർക്ക് നടത്തുക. അമൃത, ശരി. ഷിജോ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആന്റണി MPയിലേക്കും ചോദ്യമുന നീളുകയാണ്. വൈകാതെ തന്നെ SIT ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.